Hey guys, നമ്മുടെ മാത്സ് പ്രാക്ടിക്കൽ സീരീസിലെ അടുത്ത എക്സ്പെരിമെന്റ് ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് ആണ്. നിങ്ങൾക്ക് അറിയാം ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്നുകിൽ വെർട്ടിക്കൽ ഷിഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫംഗ്ഷന്റെ കൂടെ നമ്മൾ എന്ത് വാല്യൂസ് ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഫംഗ്ഷനിൽ എന്ത് മാറ്റം വരുത്തുമ്പോഴാണ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് നടക്കുന്നത്? അതിലെ 4 കേസസ് നമ്മൾ നോക്കുന്നുണ്ട്. കൂടാതെ റിഫ്ലക്ഷൻ ഓഫ് ദി ഗ്രാഫ് നോക്കാം. Okay, so aim എന്ന് പറഞ്ഞാൽ എന്താണ്? Analyzing the changes in the graph of a function according to some slight changes in the definition. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിൽ ചെറിയ മാറ്റം വരുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. All right, നമ്മുടെ ഒന്നാമത്തെ എക്സ്പെരിമെന്റ് f of x പ്ലസ് ഒരു വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പ്രൊസീജിയർ നോക്കിക്കേ, നമ്മൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വരയ്ക്കുന്നു, ഒരു സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെന്റ് 0.1 കൊടുക്കുന്നു, എന്നിട്ട് രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് എ നമ്മൾ ഡിനോട്ട് ചെയ്തു. അപ്പോൾ സ്ലൈഡറിന്റെ വാല്യൂ എന്താണ് വരുന്നത്? ഈ എയുടെ വാല്യൂ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് അത് ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻപുട്ട് ബോക്സ് കൊടുത്ത് ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് വേറെ വേറെ ഫംഗ്ഷൻസിന് ഇതേ പ്രൊസീജിയർ നമ്മൾ ചെയ്തു നോക്കുന്നു. ഓൾ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇൻപുട്ട് ബോക്സിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്തെടുക്കുന്നു. നിങ്ങൾക്ക് കാണാലോ, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു സ്ലൈഡർ ഉണ്ടാക്കണം. അതിന്റെ ലേബൽ നമുക്ക് എ എന്ന് കൊടുക്കുന്ന രീതിയിൽ ഒരു സ്ലൈഡർ ഉണ്ടാക്കാം. എ ആണ് സ്ലൈഡർ വരുന്നത്. ഇൻക്രിമെന്റ് 0.1 കൊടുക്കാം. ഓൾ റൈറ്റ്, ഓക്കെ, സ്ലൈഡർ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയല്ലോ, അതിന്റെ കൂടെ ഒരു പ്ലസ് എ കൂടെ വരുന്ന ജി ഓഫ് എക്സ് ഡിനോട്ട് ചെയ്യണം. അതായത് എഫ് പ്ലസ് എ എന്ന് ഇൻപുട്ട് ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ കിട്ടി. കണ്ടോ? അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ജി ഓഫ് എക്സ് എന്ത് വന്നു? എക്സ് സ്ക്വയർ പ്ലസ് 1 വന്നു. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരുന്നെങ്കിൽ ജി ഓഫ് എക്സ് എന്ത് വരുമായിരുന്നു? എക്സ് പ്ലസ് 1 വരുമായിരുന്നു. മോഡ് എക്സ് ആണെങ്കിൽ മോഡ് എക്സ് പ്ലസ് 1 വരുമായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഈ ബ്ലൂ ആയിട്ട് വരുന്ന ഈ ഒരു ഗ്രാഫാണ് നമ്മുടെ ജി ഓഫ് എക്സിന്റെ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് 1 വരുന്നത് നോക്കിക്കേ, നമ്മുടെ സ്ലൈഡറിൽ എയുടെ വാല്യൂ 1 ആണ്, അതുകൊണ്ടാണ്. സപ്പോസ് ഞാനിത് ഇൻക്രിമെന്റ് കൊടുത്ത് 1.6 കൊടുത്തു, സോ എക്സ് സ്ക്വയർ പ്ലസ് 1.6 വന്നു, റൈറ്റ്? ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ആനിമേഷൻ കൊടുക്കുകയാണ്. ആനിമേഷൻ കൊടുക്കുന്ന സമയത്ത് ആനിമേഷൻ ഓൺ, കാണുന്നുണ്ടോ മക്കളെ? നമ്മുടെ ബ്ലൂ ഗ്രാഫ് എക്സ് ആക്സിസിൽ നിന്ന് മേലേക്ക് പോയി എപ്പോ എയുടെ വാല്യൂ കൂടി വന്നപ്പം എയുടെ വാല്യൂ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അത് എക്സ് ആക്സിസിൽ നിന്നും താഴേക്ക് വരുന്നത് കണ്ടോ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്. എപ്പോ നമ്മുടെ എ എന്ന് പറയുന്ന വാല്യൂ മാറി വരുമ്പം ഫംഗ്ഷന്റെ കൂടെ നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്, എഫ് ഓഫ് എക്സ്, അതിന്റെ കൂടെ നമ്മളൊരു എ ആഡ് ചെയ്യാണ്. അപ്പൊ പോസിറ്റീവ് വാല്യൂ പ്ലസ് എ ആണെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റ് ആയിരിക്കും വരിക. ഇനി മൈനസ് എ, എഫ് ഓഫ് എക്സ് മൈനസ് എ ആവുന്ന സമയത്താണ് ഡൗൺവേർഡ് ഷിഫ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സ് സ്ക്വയറിന്റെ കാര്യത്തിൽ അത് ഒബ്സർവ് ചെയ്തു. ഇനി നമുക്ക് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫംഗ്ഷൻ ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ ഫംഗ്ഷൻ മാറി കൊടുക്കാം. സോ ക്യാപ്ഷൻ ഞാൻ എഫ് കൊടുക്കുകയാണ്. ലിങ്ക്ഡ് ഒബ്ജക്ട് ഏതായിരിക്കും? നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ലിങ്ക്ഡ് ഒബ്ജക്ട്. കാരണം ആ എക്സ് സ്ക്വയറിന് പകരമാണ് നമ്മൾ ഇങ്ങനെ വാല്യൂസ് ഓരോ ഫംഗ്ഷന്റെ വാല്യൂ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സോ ഇൻപുട്ട് ബോക്സ് കൊടുത്തു. ഇൻപുട്ട് ബോക്സിനെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എക്സ് സ്ക്വയറിന് പകരം ഞാനൊന്ന് എക്സ് ക്യൂബ് കൊടുത്തു നോക്കാം. കണ്ടോ? റെഡ് കളറിലതാണ് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ. ഇനി ഇവിടെ ഞാൻ ആനിമേഷൻ കൊടുക്കുന്ന സമയത്ത് നോക്കിയേ, ഫംഗ്ഷൻ മാറുന്ന കണ്ടോ? ഇതും ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൽ പ്ലസ് എ പ്ലസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എ വരുന്ന സമയത്ത് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എങ്ങോട്ടാണ്? അപ്വേർഡ് ആണ്, മേലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് എക്സ് പ്ലസ് എന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എന്റെ വാല്യൂ എത്രയാണോ അതിലൂടെ പാസ് ചെയ്യുന്ന എക്സിന് പകരം ഒരു യൂണിറ്റ് മേലേക്ക് കയറിയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും. വൈ ആക്സിസിലാണ് വാല്യൂ കയറുക. എക്സ് സ്ക്വയർ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എ ഈക്വൽ ടു നോക്കിയേ, എ ഈക്വൽ ടു 1 ആണ്. എ ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ഈക്വൽ ടു 1 കണ്ടോ? വൈ ആക്സിസിൽ 1ൽ ടച്ച് ചെയ്ത രീതിയിൽ നമ്മുടെ യൂണിറ്റ് 0 നിന്ന് പകരം 0 മാറി. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എക്സ് ക്യൂബിന് വരുന്നത്. ഇനി മോഡുലസ് ഓഫ് എക്സ് നോക്കാം. എ ബി എസ് ഓഫ് എക്സ് ആബ്സല്യൂട്ട് വാല്യൂ കണ്ടോ മക്കളെ? ഇവിടെ എയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് മോഡുലസ് ഓഫ് എക്സിന്റെ വാല്യൂ മേലേക്ക് പോകുന്ന കണ്ടോ? യെസ്. അപ്പൊ 0 എന്നുള്ള ഉണ്ടായിരുന്നിടത്ത് നിന്ന് അത് ഓരോ പോയിന്റ് ഇൻക്രിമെന്റിനനുസരിച്ചിട്ട് പോയിന്റ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോർ ഫംഗ്ഷൻ കൊടുക്കാം. ഫ്ലോർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കാം. ഫ്ലോർ ഫംഗ്ഷൻ വരുമ്പോൾ കണ്ടോ, ഇതിൽ ഇൻക്രിമെന്റിൽ മാറ്റങ്ങൾ വരുന്ന സമയത്ത് ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന കണ്ടോ മക്കളെ? ഇത് അപ്വേർഡ് ഷിഫ്റ്റ് വന്നു എക്സ് പ്ലസ് എ ആയ സമയത്ത്, ഡൗൺവേർഡ് ഷിഫ്റ്റ് വരും എക്സ് മൈനസ് എ ആവുന്ന സമയത്ത്. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് പ്ലസ് എ ആവുന്ന സമയത്ത് ഷിഫ്റ്റിംഗിൽ വരുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഫസ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഓക്കെ, അത് നമ്മൾ ആക്ടിവിറ്റി 2.1 ആയിട്ട് സേവ് ചെയ്യണം. എടാ, സേവ് ചെയ്യൽ ഇസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പം ഓരോ ഫയലും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോന്നും സേവ് ചെയ്യണം. എങ്ങനെ സേവ് ചെയ്യേണ്ടത്? ഇവിടെ ഫയലിൽ പോവുക, സേവ് കൊടുക്കുക. സേവ് അല്ലെങ്കിൽ സേവ് ആസ് ഏതെങ്കിലും കൊടുത്താൽ മതി. ഫയൽ നെയിം കൊടുക്കേണ്ടത് സേവ് ആസ് കൊടുക്കുക അല്ലേ?
സേവ് ആസ് നമുക്ക് എന്താ കൊടുക്കുക ആക്ടിവിറ്റി 2.1 കൊടുക്കാം. അത് സേവ് ആയി. എന്തെങ്കിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കിട്ടും. അടുത്തത് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൽ f(x+a) വരുമ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെ f(x+a) ആയിരുന്നു. ഇവിടെ x+a ഫംഗ്ഷണൽ വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. സെയിം സാധനം തന്നെ x² എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രാഫ് ഇടുക, എന്നിട്ട് ജിയിൽ മാറ്റം കൊടുക്കുക. f(x+a) എന്ന് പറഞ്ഞ് ജി കൊടുക്കുക. എന്നിട്ട് സ്ലൈഡർ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻപുട്ട് ബോക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി നോക്കുക എന്നുള്ളതാണ്. പുതിയൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യാം, ന്യൂ വിൻഡോ. ഇനി Ctrl+M അടിച്ചു കഴിഞ്ഞാൽ ഇത് സെന്ററിലേക്ക് വരും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? x² എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു ഗ്രാഫ്. ഓക്കെ, ഇനി നമ്മൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എ എന്ന് പറയുന്ന സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻക്രിമെന്റ് ഒരു 0.1 കൊടുക്കാം. ഓൾ റൈറ്റ്, ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ചെയ്യാവുന്നത് ജി കൊടുക്കുക എന്നുള്ളതാണ്. സോ ജി ഈസ് ഈക്വൽ ടു f(x+a). കണ്ടോ മക്കളെ, f(x+a) എന്ന് ജസ്റ്റ് ഫംഗ്ഷൻ അടിച്ചാൽ തന്നെ അടുത്തതായിട്ട് വരും. അപ്പൊ ഇവിടെ x+1² എന്ന് വന്നു. എന്തുകൊണ്ടാ? എയുടെ വാല്യൂ ഇപ്പം 1-ലായിരിക്കുന്നത്. നിങ്ങൾ ഈ ബ്രൗൺ കളർ ഗ്രാഫ് കാണുന്നില്ലേ? ബ്രൗൺ ആണ് നമ്മുടെ ഏത് ഫംഗ്ഷൻ വരുന്ന മക്കളെ? ജി വരുന്നത്. ജി വരുന്നത് ബ്രൗൺ കളർ ഫംഗ്ഷൻ ആണ്. അതായത് x+1ന്റെ ഹോൾ സ്ക്വയർ വരുന്നത്. എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? സി, നമ്മുടെ x² എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ഒരു ആഷ് കളറിൽ ഇവിടെ കിടപ്പുണ്ട് അല്ലേ? യെസ്. അതിൽ നിന്ന് ഒരു ലെഫ്റ്റിലേക്ക് 1 യൂണിറ്റ് മാറിയിട്ടല്ലേ നമ്മുടെ x+1 ഹോൾ സ്ക്വയർ കിടക്കുന്നത്? കാണുന്നുണ്ടോ? അപ്പൊ ഞാനിപ്പോ എ എന്ന് പറയുന്നത് ഒരു 2-ലേക്ക് എത്തിക്കുകയാണ്. എ എന്ന് പറയുന്നത് 2-ലേക്ക് എത്തിച്ചു. അപ്പൊ അതിന്റെ പോയിന്റ് എവിടെ മീറ്റ് ചെയ്യുന്നത്? എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്നത് -2-ലാണ്. അതായത് x+2 ഹോൾ സ്ക്വയർ ആണെങ്കിൽ അത് എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്നത് -2-ലാണ്. അതായത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് ഗ്രാഫിന് സംഭവിച്ചത് അല്ലേ? നമ്മൾ ഇത്രയും നേരം അപ്വേർഡ് ഷിഫ്റ്റും ഡൗൺവേർഡ് ഷിഫ്റ്റും ആയിരുന്നു കണ്ടത്, f(x+a)യും f(x-a) സമയത്ത്. പക്ഷെ ഇവിടെ f(x+a) വന്നപ്പോൾ എന്തായി? ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എ എന്നുള്ളതിന് പകരം ഞാൻ മൈനസ് ഏതെങ്കിലും വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരുന്നു? എനിക്ക് റൈറ്റ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ആനിമേഷൻ കൊടുക്കുകയാണ്. ഇവിടെ ജസ്റ്റ് ആനിമേഷൻ ഓൺ ആക്കി കൊടുക്കുമ്പോൾ okay, you can observe the difference. എയുടെ വാല്യൂ പോസിറ്റിവിറ്റി ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് ഗ്രാഫ് എങ്ങോട്ട് പോകുന്നുണ്ട്? ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട്. എയുടെ വാല്യൂ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നെഗറ്റീവിലേക്ക് പോകുന്നതിനനുസരിച്ച് ഗ്രാഫ് എങ്ങോട്ട് പോകുന്നുണ്ട് മക്കളെ? റൈറ്റിലേക്ക് പോകുന്നുണ്ട്. സോ ഇതാണ് ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, ഹൊറിസോണ്ടലി ഷിഫ്റ്റ് വരുന്ന ഗ്രാഫിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത ഇൻപുട്ട് ബോക്സ് കൊടുത്ത് ഫംഗ്ഷൻ ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ, ഇൻപുട്ട് ബോക്സിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുന്നു. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഏതാണ്? f(x) തന്നെയാണ്. അതിനാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. x³ ഞാൻ കൊടുത്തു. x³ കൊടുക്കുമ്പോൾ കണ്ടോ ഇവിടെ ആനിമേഷൻ കൊടുക്കുന്ന സമയത്ത് യെസ്, അഗെയിൻ ലെഫ്റ്റ് ഷിഫ്റ്റ് വരുന്ന എപ്പോഴാണ്? എയുടെ വാല്യൂ കൂടി വരുമ്പം. റൈറ്റ് ഷിഫ്റ്റ് വരുന്ന എപ്പോഴാണ്? എയുടെ വാല്യൂ കുറഞ്ഞ് നെഗറ്റീവിലേക്ക് പോകുന്ന സമയത്ത്. ഇനി നമ്മളിവിടെ ഫംഗ്ഷന്റെ വാല്യൂ ഒന്ന് മാറ്റി മോഡ് x എന്ന് എടുത്ത് നോക്കിയാൽ എന്ത് സംഭവിക്കാം? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. കണ്ടോ, നേരത്തെ ഇത് മേലേക്കും താഴേക്കും അല്ലേ പോയിരുന്നത്? ഇപ്പൊ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ആണ് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? റെഡി? സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നോക്കട്ടെ, മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? -f(x) എന്ന് പറയുന്നതിന്റെ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, -f(x), അതായത് ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നു, അതിന്റെ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നു. ഇത് ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആക്ടിവിറ്റി 2.2 ആയിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു ഫയൽ എടുക്കുന്നു, ന്യൂ ഫയൽ എടുക്കുന്നു. Ctrl+M അടിച്ചു കഴിഞ്ഞാൽ സെന്ററിലേക്ക് വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതേ ഫംഗ്ഷൻ തന്നെ എടുക്കാം. x² എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി വേണ്ടത് ഞാൻ എടുക്കുന്ന അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f(x)ന്റെ റിഫ്ലക്ഷൻ -f ആണ് എനിക്ക് വേണ്ടുന്ന ഫംഗ്ഷൻ. കണ്ടോ, വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഇങ്ങനെ ഉണ്ടായിരുന്ന ഗ്രാഫ് നേരെ തലകുത്തനെ എക്സ് ആക്സിസിൽ വെച്ചിട്ടുള്ള റിഫ്ലക്ഷൻ ഉണ്ടായി. ബേസ്ഡ് ഓൺ എക്സ് ആക്സിസിൽ റിഫ്ലക്ഷൻ സംഭവിച്ചു. ക്ലിയർ? ഇനി എന്താ ആക്ടിവിറ്റിയിൽ നമുക്ക് എന്താ പറയാനുള്ളത് നോക്കാം. -f(x) കണ്ടു. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻസിന്റെ ഒക്കെ റിഫ്ലക്ഷൻസ് ചെയ്തു നോക്കാം. -f(x) കാണുക, എന്നിട്ട് എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണം. സോ x²+2 ഒന്ന് ചെയ്ത് നോക്കിയേ. x²+2 അത് നമുക്ക് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്താലാണ് ഫംഗ്ഷൻ മാറ്റി കൊടുക്കാൻ പറ്റുക. എടാ ഇപ്പൊ കണ്ടോ, നിങ്ങൾക്ക് ആ പ്രൊസീജിയർ എങ്ങനെയാണ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒരു ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വരും. ആ പ്രൊസീജിയർ അങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഫംഗ്ഷൻ ആണ് മാറ്റി കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത് എന്നുള്ളത് 2 എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു, റൈറ്റ്? പിന്നെ വാല്യൂ മാറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടൊരു സ്ലൈഡർ ഉണ്ടാക്കുകയാണ് വേണ്ടതെന്നുള്ളതും നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ ഇവിടെ നോക്കി ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കി. ഇനി നമുക്ക് x²+2 കൊടുക്കണം. x² കൂടെ ഒരു +2 ഇട്ട് കൊടുക്കുക. അപ്പൊ x²+2 എന്ന് പറയുന്ന ഗ്രാഫ് എങ്ങനെയാ വരിക? f(x+a) ആണ്. അപ്പൊ അപ്വേർഡ് ഷിഫ്റ്റ് ആയിട്ട് ഈ തന്നിരിക്കുന്ന ഗ്രാഫ് 2-ൽ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗ്രാഫ് ആയിരിക്കും. കണ്ടോ, യെസ്, x²+2 റിഫ്ലക്ഷൻ കണ്ടോ, മൈനസിലേക്ക് വരുന്ന രീതിയിലാണ് റിഫ്ലക്ഷൻ വന്നിട്ടുള്ളത്. അടുത്ത ഫംഗ്ഷൻ ഏതാ ചെയ്യേണ്ടത്? x²-1. ഈ +2ന് പകരം -1 കൊടുക്കാം. x²
-1. അപ്പോൾ എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ടാവുക? താഴേക്ക് ഒരു യൂണിറ്റ് 1 യൂണിറ്റ് താഴേക്ക് വന്നിട്ടുണ്ടാവും. കണ്ടോ? യെസ്, ഇങ്ങനെയാണ് x² - 1 വരിക. ഇനിയോ mod of x - 1, absolute value ഓഫ് എക്സ്, അതിന് പുറത്ത് -1. ഓക്കെ, കണ്ടോ? ഓൾറെഡി ഒരു വെർട്ടിക്കൽ ഷിഫ്റ്റ് താഴേക്ക് നടന്നു, ഡൗൺവേർഡ് ഷിഫ്റ്റ് നടന്നു, എന്നിട്ട് അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ എടുത്തത്. ക്ലിയർ അല്ലേ മക്കളെ? mod x - 1. ഇനി mod of x - 1 ആണെങ്കിൽ എന്താ വരിക? നമ്മളപ്പോൾ അവിടെ എടുക്കേണ്ട എന്താ? ആബ്സല്യൂട്ട് എന്ന് എടുക്കുക, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ x - 1 കൊടുക്കണം. ഓക്കെ, ആ വ്യത്യാസം കണ്ടോ? x - 1 എന്ന് പറയുമ്പോൾ റൈറ്റ് ഷിഫ്റ്റ് ആണ് നടത്തുക, 1 യൂണിറ്റ് റൈറ്റ് ആയിരിക്കും വരിക, അവിടുന്ന് അതിന്റെ നേരെ റിഫ്ലക്ഷൻ താഴേക്ക് വന്നു. ഇനി എന്താ ഉള്ളത്? x² + 2x അല്ലെങ്കിൽ 1/x ചെയ്ത് നോക്കാം അല്ലേ? 1/x 1/x. നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട കാര്യമാണ്, അത് ഓർത്തിരിക്കണം. അടുത്ത എക്സ്പെരിമെന്റിൽ നമുക്ക് ചെയ്യാനുണ്ട്. 1/x നിങ്ങൾ കണ്ടല്ലോ, എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് എന്നുള്ളത്? ബ്രൗൺ ആണ് നമ്മുടെ പുതിയ ഷിഫ്റ്റ്, -1/x എന്ന് പറയുന്നത് ഈ ബ്രൗൺ ഗ്രാഫ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി എടാ f of -x ആണ്. ഇത് നമ്മളൊന്ന് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആക്ടിവിറ്റി 2.3 ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. എന്നിട്ട് പുതിയൊരു ന്യൂ ടാബ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് റിഫ്ലക്ഷൻ ഓഫ് എ ഗ്രാഫ് തന്നെ f of -x ആണ് നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയത് -f of x അല്ലേ? ഇനി f of -f നോക്കണമെങ്കിൽ -x നോക്കണമെങ്കിൽ x² എന്ന് പറയുന്ന ഗ്രാഫ് തന്നെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. x² എന്ന് പറയുന്ന ഗ്രാഫ് തന്നെ പ്ലോട്ട് ചെയ്യുന്നു. എന്നിട്ട് അടുത്തത് f of -x നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. സോ f of -x എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിച്ചേ? ആക്ച്വലി ഇവിടെ രണ്ട് ഗ്രാഫ് ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് ഞാൻ ഈ ജീനെ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ബട്ടൺ, ബ്ലൂ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഈ ഗ്രാഫ് ഹൈഡ് ആവും. അവിടെ ബ്രൗൺ ഗ്രാഫ് ഓൾറെഡി ഉണ്ട്, f of x = x² എന്ന് പറയുന്ന ഗ്രാഫ് ഓൾറെഡി ഉണ്ട്. അതിന്റെ മേലെ കൂടെ തന്നെയാണ് നെഗറ്റീവ് ഓഫ് എക്സിന്റെ സ്ക്വയറും വന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? f of x is equal to f of -x, f of x is equal to f of -x. അങ്ങനെ വരുന്ന ഗ്രാഫ് ഫംഗ്ഷൻസിനെ നമ്മൾ എന്താ പറയാ? f of x equal to -f of x ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ f of -x is equal to f of x തന്നെ ആവുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയായിരുന്നു? ഈവൻ ഫംഗ്ഷൻ എന്ന് പറയായിരുന്നു അല്ലെ? f of -x is equal to -f of x ആയിരുന്ന കേസ് ആണെങ്കിൽ നമ്മൾ അതിന് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയായിരുന്നു. എന്താണ്? f of, ഇപ്പൊ നമ്മൾ ചെയ്ത ഏതാണ്? -x. f of -x ഉം f of x ഉം സെയിം തന്നെ വന്നു. അപ്പൊ x² എന്ത് ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതേപോലെ ഓഡ് ഫംഗ്ഷൻസും ഉണ്ടാവും. നമുക്ക് നോക്കാം, തന്നിരിക്കുന്ന ഫംഗ്ഷൻസിൽ ഏതെങ്കിലും ഓഡ് ഫംഗ്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സി 1/x നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് x² പകരം നമ്മൾ എന്ത് ചെയ്യടാ? 1/x ഒന്ന് ഇട്ട് കൊടുക്കാം. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഏതാണ്? ലിങ്ക്ഡ് ഒബ്ജക്റ്റ് f of x ആണ്. ജസ്റ്റ് f നമ്മൾ ഇതിന് ലേബൽ കൊടുത്തു. ഓക്കെ, ഈ x² പകരം ഞാൻ ജസ്റ്റ് 1/x സ്ലാഷ് കൊടുക്കുകയാണേ. 1/x. ഓക്കെ, ഫംഗ്ഷൻ വന്നത് കണ്ടോ? ബ്രൗൺ ആണ് f of x എന്ന് പറയുന്ന 1/x ഗ്രാഫ്. 1/-x എന്ന് പറയുന്ന ഏതാണ്? ഇങ്ങനെ വന്ന ഓപ്പോസിറ്റ് ആയിട്ട് വന്ന റിഫ്ലക്ഷൻ വന്ന ഗ്രാഫാണ്. എടാ മക്കളെ, നമ്മൾ നേരത്തെ ചെയ്തതിൽ f of x നമ്മൾ -f of x കൊടുത്തു അല്ലെ? തൊട്ട് മുന്നേ ചെയ്ത എക്സ്പെരിമെന്റിൽ f of x കൂടെ നമ്മൾ എന്താ കൊടുത്തത്? -f of x ചെയ്തപ്പോഴും നമുക്ക് ഞാൻ ഓർത്ത് വെക്കാൻ പറഞ്ഞിരുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു 1/x. അപ്പോഴും ഇതേ ഗ്രാഫ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതായത് ഇവിടെ നിന്ന് തന്നെ ഞാനിപ്പം g of x = 1/-x എന്ന് കൊടുക്കുന്നു. ഞാൻ ജസ്റ്റ് അടുത്ത ഫംഗ്ഷനെ -f of x എന്ന് എടുക്കുകയാണ്, -f എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. നോക്കിക്കേ, ആ ബ്ലൂ ആണ് ഫംഗ്ഷൻ വന്നത്, കണ്ടോ? സെയിം തന്നെയാണ് വരുന്നത്. അതായത് ഈ കേസിൽ എന്താണ്? f of -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. സോ 1/x എന്ത് ഫംഗ്ഷനാ? ഓഡ് ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? അതായത് നമ്മൾ എടുക്കുന്നത് 3 ടൈപ്പ് ഓഫ് സാധനങ്ങൾ. f of x നമ്മുടെ ഫംഗ്ഷൻ, അപ്പം അതിന് നമ്മൾ എടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ f of -x ആണ്. f of -x ഒന്നുകിൽ f of x ആവാം, അല്ലെങ്കിൽ -f of x ആവാം. f of x ആവുന്ന കേസ് നമ്മൾ x² കണ്ടു, -f of x ആവുന്ന കേസാണ് 1/x പോലെയുള്ള ഫംഗ്ഷൻസ്. സോ നമുക്ക് അത് വെച്ച് ഒബ്സർവ് ചെയ്യാം. ഇനി ഇൻപുട്ട് ബോക്സിൽ ഞാൻ ജസ്റ്റ് x³ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? x³. ഓക്കെ, x³. അപ്പൊ ഈ ഗ്രീൻ കളറിൽ വരുന്നതാണ് നമ്മുടെ -f of x എന്ന് പറയുന്നത്, f of -x എന്ന് പറയുന്നത്. മറ്റത് ബ്രൗൺ കളറിലുള്ളത് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന f of x എന്ന് പറയുന്ന ഗ്രാഫ് ആയിരുന്നു, റൈറ്റ്? ഇനി h of x വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന കേസ് g of x ഉം h of x ഉം സെയിമാ. അതായത് f of -x ഉം -f of x ഉം സെയിമാ. അപ്പൊ x³ എന്ത് ഫംഗ്ഷനാ? ഓഡ് ഫംഗ്ഷനാ. ക്ലിയർ ആയോ? യെസ്. അപ്പൊ 3 ഫംഗ്ഷൻ ഉണ്ട്. f of x ഉം g of x ഉം ഈക്വൽ ആവുകയാണെങ്കിൽ അത് ഈവൻ ഫംഗ്ഷൻ, g of x ഉം h of x ഉം ഈവൽ ആവണമെങ്കിൽ അത് ഓഡ് ഫംഗ്ഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്, നമ്മളത് വിഷ്വലി ട്രീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നടാ ഈ ഒരു എക്സ്പെരിമെന്റിൽ വരുന്നത്. സോ ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്
ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് മനസ്സിലാക്കുക, ഒപ്പം തന്നെ ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഒബ്സർവേഷൻ നിങ്ങൾ എഴുതേണ്ടി വരുന്നത് എന്തായിരിക്കും, ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് ഓഡ്, ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് ഈവൻ എന്നുള്ളതാണ്. സോ നിങ്ങൾ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഈ തന്നിരിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക കേട്ടോ.